അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത ലോകത്തിന് പുതിയ കാര്യമല്ല. നമുക്കറിയാം, ഇപ്പോൾ അവർ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. പക്ഷേ അവിടെ ഏറ്റവും വലിയ ചോദ്യം അമേരിക്കൻ സൈന്യം എങ്ങനെ ഇറാനിലേക്ക് കടക്കും, കരസൈന്യം എങ്ങനെ കടക്കും എന്നുള്ളതാണ്. അവിടെയാണ് പാകിസ്ഥാന്റെ വരവ്. പാകിസ്ഥാൻ തങ്ങളുടെ അയൽ രാജ്യമായ ഇറാനെ ചതിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയേണ്ടി വരും. ലോകത്ത് ആരോടെങ്കിലും, എന്തിന് സ്വന്തം ജനതയോട് പോലും കൂറില്ലാത്ത പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് പരവതാനി വിരിച്ചില്ലെങ്കിൽ മാത്രമേ അതിശയിക്കാനുള്ളൂ. 2027 അമേരിക്ക ഇറാനിൽ കരയുദ്ധം തുടങ്ങുമെന്നാണ് പുതിയ പ്രവചനം. ചൈനീസ് നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന യേൽ സർവകലാശാലയിലെ ചരിത്രകാരൻ പ്രൊഫസർ ജിയാൻ സ്യൂക്കിൻ ആണ് ഈ ഞെട്ടിക്കുന്ന പ്രവചനം നടത്തിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് വർഷങ്ങൾക്ക് മുൻപേ കൃത്യമായി പ്രവചിച്ച, അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുമെന്ന് കൃത്യമായി പ്രവചിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിഗമനമനുസരിച്ച് അമേരിക്കൻ സൈന്യം ഇറാനിലേക്ക് കടന്നു കയറാൻ തിരഞ്ഞെടുക്കുക പാകിസ്ഥാൻ ഇറാൻ അതിർത്തിയായിരിക്കും. ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയേക്കാൾ അമേരിക്കൻ സൈന്യത്തിന്റെ സുരക്ഷിതം പാകിസ്ഥാനുമായി പങ്കിടുന്ന തെക്ക് കിഴക്കൻ അതിർത്തിയാണ്. എന്നാൽ പാകിസ്ഥാൻ വെറുമൊരു വഴി മാത്രമാകില്ല, അവർ യുദ്ധത്തിൽ നേരിട്ടും പങ്കുചേർന്നേക്കാം. ഇതിന് കാരണമാകുന്നത് പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള നാറ്റോ മാതൃകയിലുള്ള പ്രതിരോധ കരാറാണ്. സൗദിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് സ്വന്തം ആക്രമണമായി കണ്ട് പാകിസ്ഥാൻ ഇടപെടേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ പാകിസ്ഥാനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഇസ്രയേൽ ഒരു ചതിപ്രയോഗം നടത്തിയേക്കാമെന്നും പ്രൊഫസർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് സൗദിക്കെതിരെ രഹസ്യമായി ആക്രമണം നടത്തി അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇറാന്റെ തലയിൽ കെട്ടിവെച്ച് പാകിസ്ഥാനെ ഇസ്രയേൽ ഗോതയിലിറക്കും. മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ തങ്ങളുടെ മണ്ണ് വിട്ടു നൽകില്ല എന്നാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ വീരവാദം. പക്ഷേ സാമ്പത്തികമായി തകർന്നടിഞ്ഞ അവർ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാനാണ് സാധ്യത. നല്ല 4 ചിക്കിളി കാണുമ്പോൾ വഴങ്ങാനാണ് സാധ്യത. എന്നാൽ പാകിസ്ഥാൻ ഈ കളിക്ക് നിന്നാൽ അവിടെ വലിയ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടും. പാകിസ്ഥാനിലെ 20% വരുന്ന ഷിയ ജനവിഭാഗം സർക്കാരിനെതിരെ തിരിയും. ഇതൊരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല, ഈ യുദ്ധം ഇന്ത്യയും സാരമായി ബാധിക്കും. ഇറാന്റെ ചാബഹാർ തുറമുഖത്ത് ഇന്ത്യ നടത്തിയിട്ടുള്ള $120 മില്യൺ വമ്പൻ നിക്ഷേപമാകും ഇതോടെ അപകടത്തിലാകുക. അത്യാധുനിക സാങ്കേതിക വിദ്യയും ആയുധങ്ങളും ഉണ്ടെങ്കിലും ഇറാനിയൻ ഭൂപ്രകൃതിക്ക് മുന്നിൽ അമേരിക്കൻ സൈന്യം പരാജയപ്പെട്ടേക്കാമെന്നും ജിയാങ് സ്യൂക്കിൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ 2027 പശ്ചിമേഷ്യ ഒരു അഗ്നിപർവ്വതമായി മാറും. വൻ ശക്തികളുടെ ഈ പോരാട്ടത്തിൽ എരിഞ്ഞടങ്ങാൻ പോകുന്നവരിൽ ആദ്യത്തെ പേര് സ്വന്തം അയൽക്കാരെ പോലും ഒറ്റിക്കൊടുക്കാൻ മടിയില്ലാത്ത പാകിസ്ഥാന്റേതായിരിക്കും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.